ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ടാവും, ഇന്ന് ഞങ്ങൾ വാവയുടെ പല്ലട വയ്ക്കലാണ്. മെയിനായിട്ടും കോഴിക്കോടൊക്കെ ആണ് പല്ലട വയ്ക്കൽ എന്ന് പറയുന്ന ചടങ്ങുള്ളത്. പക്ഷെ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ട് ഞങ്ങൾക്കും ഈ ഒരു ചടങ്ങിനെ കുറിച്ചിട്ട് അറിയില്ലായിരുന്നു. പിന്നെ പലരും പറഞ്ഞു തന്നിട്ടുള്ള അറിവ് വെച്ചിട്ടും അതുപോലെ യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ കണ്ടപ്പോഴാണ് എങ്ങനെയാണ് ഈ ഒരു ചടങ്ങ് ചെയ്യാമെന്നൊക്കെ മനസ്സിലായത്. അപ്പം മോന് വേണ്ടിയിട്ടായി ചെയ്യാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. എല്ലാവർക്കും അത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞങ്ങളത് ചെയ്യാനായിട്ട് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിലവിളക്കും കണ്ണാടിയും അരിയും അതുപോലെ പല്ലടയാണ് ഇതിൽ പ്രധാനമായിട്ട് വെക്കേണ്ട ഒരു വസ്തു. പിന്നെ നമുക്ക് കുട്ടിയുടെ പുതിയൊരു വസ്ത്രം, സ്വർണ്ണാഭരണങ്ങൾ, കാശ്, അതുപോലെ തന്നെ മെച്ചിങ്ങ, പെന്ന്, പെൻസില്, പുസ്തകം തുടങ്ങി ഒരുപാട് വസ്തുക്കൾ ഇതിനകത്ത് വയ്ക്കും. ഇതെല്ലാം നമ്മളിങ്ങനെ നിരത്തിയിട്ട് വിളക്കിനടുത്തായി വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ വാവേനെ അതിനടുത്തേക്ക് വിടുകയാണ് ചെയ്യുക. നമ്മുടെ കുട്ടി പോയിട്ട് ഏതൊക്കെയാണ് സെലക്ട് ചെയ്യുക, 3 തവണ വിടുന്നുണ്ട്. അതിനിടയിൽ അവരെന്തൊക്കെയാണ് സെലക്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ അഭിരുചികൾ വരിക എന്നൊക്കെയാണ് പൊതുവെ ഇതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഐതിഹ്യം. ഇതങ്ങനെ സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ഒന്നല്ലെങ്കിലും നമ്മൾ 90ഉം അതുപോലെ 28 കെട്ടും കുട്ടിക്ക് പേരിടൽ ചടങ്ങൊക്കെ നടത്തുന്ന പോലെ തന്നെ ഇതും ഇപ്പോഴും ആഘോഷിച്ച് വരുന്നുണ്ട്. ആദ്യമൊക്കെ ഞങ്ങൾ മോനെ വിട്ട സമയത്ത് അവൻ്റെ അടുത്തേക്കൊന്നും പോകുന്നില്ലായിരുന്നു. പിന്നെ പതിയെയാണ് അവൻ അടുത്തേക്ക് പോയത്. അങ്ങനെ പിന്നെ അവൻ കുറേശ്ശെയായിട്ട് ഓരോ സാധനങ്ങളൊക്കെ ടച്ച് ചെയ്യാൻ തുടങ്ങി. ആദ്യത്തെ 2 തവണ അവനെ വിട്ടപ്പോഴും അവനിതിനകത്ത് നിന്ന് എടുത്തത് സ്വർണ്ണാഭരണങ്ങളും അതുപോലെ തന്നെ കാശും ഒക്കെയാണ്. കുട്ടികൾ ബുക്കും പെന്നും ഒക്കെ എടുക്കുകയാണെങ്കിൽ അവർ വലിയ രീതിയിൽ പഠിച്ചുയരങ്ങളിൽ എത്തുമെന്നും സ്വർണ്ണാഭരണങ്ങളും കാശും ഒക്കെ എടുക്കുകയാണെങ്കിൽ അവർ കൂടുതൽ ധനികരായിട്ട് മാറുമെന്നും ഇനിയിപ്പോൾ അവർ ഭക്ഷണ സാധനങ്ങളാണ് എടുക്കുന്നതെങ്കിൽ ഭക്ഷണത്തോട് താല്പര്യമുള്ള ആൾക്കാരായിട്ട് മാറുമെന്നും ഒക്കെയാണ് ഇതിന് പിന്നിലുള്ള വിശ്വാസം. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് സയൻറ്റിഫിക്കലി പ്രൂഫ് എന്നുള്ള കാര്യമൊന്നുമല്ല, പക്ഷേ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഓരോ ആചാരങ്ങളാണ് ഇതൊക്കെ. നമ്മുടെ കുട്ടികളുടെ വളർച്ചയുടെ ഓരോ കാലഘട്ടങ്ങളും മാതാപിതാക്കൾക്കും അതുപോലെ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും വളരെയേറെ സന്തോഷം തരുന്ന കാര്യമാണ്. അവർക്ക് പല്ല് വരുമ്പോഴും അതുപോലെ അവർ ആദ്യമായിട്ട് പിച്ച് വെച്ച് തുടങ്ങുമ്പോഴും എന്ന് വേണ്ട അവർ ആദ്യമായിട്ട് നമ്മളെ നോക്കി ചിരിക്കാൻ തുടങ്ങുമ്പോൾ വരെ നമുക്ക് വളരെ സന്തോഷമല്ലേ ഉണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ അവർക്ക് ആദ്യമായിട്ട് പല്ല് വരുന്നതും നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതും കൂടി നമ്മളൊന്ന് ആഘോഷിക്കുക എന്നുള്ള തരത്തിലാണ് ഈ ഒരു ആചാരം മുന്നോട്ട് വന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. ആദ്യത്തെ 2 തവണ വിട്ട സമയത്ത് മോൻ സെലക്ട് ചെയ്തത് സ്വർണ്ണാഭരണങ്ങളും അതുപോലെ കാശും ഒക്കെ ആയിരുന്നു. എന്നാൽ 3ാമത്തെ തവണ വിട്ട സമയത്ത് അവൻ പോയിട്ട് അറിയാണ്ടാണോ എന്ന് അറിഞ്ഞൂടാ കൈ കുത്തിയത് പല്ലടയിലാണ്. അത് കഴിക്കാനുള്ളതാണെന്നൊന്നും അവന് മനസ്സിലാവാനായിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൻ അതെടുത്ത് പൊട്ടിച്ച് കളയുകയാണ് ചെയ്തത്. അങ്ങനെ 3 തവണയായിട്ട് മോൻ ഓരോന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളിത് നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതാ കുഞ്ഞുവാവയുടെ പല്ലട വെപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവനിപ്പോൾ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ ഞങ്ങൾ 2 തരത്തിലുള്ള പല്ലട ഉണ്ടാക്കിയായിരുന്നു. ആവിയിൽ വേവിച്ചിട്ടുണ്ടാക്കി, എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കി. അപ്പോൾ രണ്ടും അവന് കുറേശ്ശെ ടേസ്റ്റ് നോക്കാനായിട്ട് കൊടുക്കുകയാണ്. അവനെന്തായാലും കഴിക്കാനായിട്ട് നല്ല ഇഷ്ടമായിട്ടുണ്ട്. മോൻ്റെ പല്ല് കാണിച്ചു തരാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി ഞാനൊരു ശ്രമം നടത്തി നോക്കി. പക്ഷെ അവന് പല്ല് ഇട്ട് കാണിക്കാൻ ഒട്ടും കൂട്ടാക്കുന്നില്ലായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.